ലോട്ടറി എടുത്തത് ഡേറ്റ് ഓർക്കുന്നില്ല. ആ കുട്ടിയുടെ നിന്ന് എടുത്ത് ഇവിടെ അത് തരുമ്പോ എടുക്കും. വേറെ ആരും എടുക്കാറില്ല. അവന്റെ നിന്ന് എടുക്കാറില്ല. അത് ഈ പുള്ളി കടതാർത്ത് എടുക്കും. പിന്നെ അതിന്റെ ഒരെണ്ണം 5000 ഇരിപ്പുണ്ട്. ലോട്ടറി എടുക്കുവോ? പോകുമ്പോ മിക്കവാറും എടുക്കും. മാസത്തിൽ എത്ര ലോട്ടറി എടുക്കും? മാസം ഒരു 10 രൂപ എടുക്കും. ആണല്ലേ? എന്തായിരുന്നു ജോലി? CRPF-ല്. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ചേച്ചി, ഭാര്യ, കുഞ്ഞുങ്ങളും ഒക്കെയാണ്. ആണല്ലേ? എപ്പോഴാണ് അറിഞ്ഞ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? ഇന്നലെ വൈകിട്ട് തന്നെ അറിഞ്ഞു. നിങ്ങളുടെ ആൾക്കാരായിട്ടൊക്കെ വന്നായിരുന്നു. ഇന്നലെ വന്നു. ഇന്നലെ എന്താ പറയാഞ്ഞേ? ഇന്നലെ നോക്കിയില്ല, രാത്രിയിലാണ് നോക്കി. രാത്രിയിലാണ് നോക്കിയത്. അപ്പൊ അടിച്ചപ്പോ ഉണ്ടായൊരു അങ്ങനൊന്നുമില്ല. അത് അടിച്ച് ഭാഗ്യം അമ്മയുടെ വീട്ടിലമ്മയുടെ ഭാഗ്യം. ഒരുപാട് പൈസ കിട്ടാൻ പോന്നെ എന്തായാലും പരിപാടിയപ്പോ? പരിപാടിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ആലപ്പുഴയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞില്ലേ, ന്യൂസ് വന്നായിരുന്നു. അപ്പൊ നോക്കി ആലപ്പുഴയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞു. ആലപ്പുഴയുടെ ആണ് നമ്മുടെ നോക്കിയപ്പോ. സന്തോഷമാണോ? പിന്നെ സന്തോഷിക്കായിരിക്കും. വീട്ടിലുള്ളവരുടെ അപ്പൊ ഇന്നലെ എന്നിട്ട് ഈ ഒരു ഇത്രയും വലിയ കോടീശ്വരനായപ്പോ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല? ഉറങ്ങി, നല്ലോണം ഉറങ്ങി. അപ്പൊ ഈ CRPF അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ്. പിന്നെ ചെലവിനൊക്കെ ഉള്ളൂ, അല്ലാതെ പെൻഷനുണ്ട്. ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇവനിക്ക് വീട്ടിൽ വേണം. ലൈവ് എല്ലാം കണ്ട് നമ്മുടെ വീട്ടിൽ ഉറക്കത്തില്ല. വീട്ടിൽ ഉറക്കത്തില്ല. ഇതൊക്കെ കണ്ട് ആൾക്കാരെല്ലാം ഓടി വരും. അതിനൊക്കെ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അത് ഇത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊക്കെ ഉണ്ടെന്ന്. സഹായത്തിനൊക്കെ തേടി വരത്തില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് SBI ബാങ്കായിരുന്നു, അത് ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാക്കി. ഇപ്പൊ അതിനൊക്കെ ഇടപെടാം ഇവിടെ. സാധാരണ എടുക്കും. ആഴ്ചയിൽ 2-3 വീട്ടില് ഭാര്യയും മകളും ഒക്കെ ഉണ്ടോ? ഇതൊക്കെ പൈസ കൊടുക്കാൻ ആളുണ്ട്. എല്ലാവരും ഉള്ള ആള്. ഇനി ഇതുപോലത്തെ 2 കിട്ടിയാലും ആളുണ്ട്. വലിയ വന്നില്ല. മക്കളൊക്കെ എന്തെടുക്കുക? കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പെൺകുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞു. 2 പെൺകുട്ടികളാണ്. ആദ്യമായിട്ടാണോ ടിക്കറ്റ് അടിക്കുന്നത്? ഇത് സാധാരണ ടിക്കറ്റ് അടിക്കാറുണ്ടോ? ഉണ്ട്. അതിന്റെ 5000 വേറെ ഒരെണ്ണം ഉണ്ട്. ഇതിന്റെ അപ്പൊ ഡെയിലി അടിയാ? വീട്ടിൽ വരുന്ന ഭാഗ്യം കറങ്ങി നിൽക്കുകയാണ്. ഡെയിലി അടിയില്ലെങ്കിലും 500,000 ഒക്കെ വെച്ച് മിക്കവാറും കിട്ടും. 100 ചിലപ്പോ കിട്ടും. ഏറ്റവും കൂടുതൽ അടിച്ച എത്ര ആയിരുന്നു ഇതുവരെ? ഇത് തന്നെ. അല്ല, ഇതിനു മുമ്പ് 5000. അപ്പൊ സ്ഥിരം ബമ്പർ എടുക്കാറുണ്ട്? സ്ഥിരം എടുക്കും. ഒരു 2-3 ലക്ഷം രൂപയെങ്കിലും ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഇത് വിടത്തില്ല. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഇത് വിടത്തില്ല. ഇത് നിർബന്ധിച്ചെടുപ്പിച്ചാണോ? അത് എടുക്കും. കാരണം നമ്മൾ അതിന്റെ ചെറിയ കടയൊക്കെ അല്ലേ, ഇതും കൊണ്ടൊക്കെ കാര്യം മുമ്പോട്ട് പോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും കൊടുക്കുവോ? അപ്പം അത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പൊ ഈ ജയിച്ചേച്ചി നിർബന്ധിച്ചെടുപ്പിച്ചാണോ ഈ ടിക്കറ്റ്? അല്ല, ഇത് എടുക്കുമെന്ന് അറിയാം. എല്ലാ പ്രാവശ്യം എടുക്കും. അത് എടുക്കും. നമ്പറൊക്കെ നോക്കി ഏതെങ്കിലും ചില ഈ ലോട്ടറി സ്ഥിരം എടുക്കുന്ന ആളുകൾ എന്തൊക്കെ ഈ കണക്ക് കൂട്ടി ഇല്ല. 5000 ഒരെണ്ണം അതിന്റെ ഇനിയിപ്പോ ഉണ്ടൊരെണ്ണം. ചുമ്മാ അത് മാറിയില്ലയോ? ഇല്ല, അതിപ്പോ കുറച്ച് അത്യാവശ്യമൊന്നുമില്ല. അത് ഇന്നലെ അറിയാം. അത് ഇന്നലെ അറിയാം 5000. എറണാകുളത്തായിരുന്നു, ബാങ്കിലായിരുന്നു. സൗത്ത് ബാങ്കിൽ. അതെ. ഡിസംബറിൽ രണ്ടുപേര് പറഞ്ഞു. അപ്പൊ ഇന്നലെ രാത്രി ഇത്ര ഈ കോടീശ്വരനായതിനു ശേഷമുള്ള ഒരു ഉറക്കത്തിൽ സുഖമായിട്ട് ഉറങ്ങി. ഇതുപോലെ ഉറങ്ങിയിട്ടില്ല. ഇല്ല. ആ കൊറോണ ഇല്ലില്ല. ഈ കൊറോണ കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പം ഈ പൈസ എങ്ങനെയാണ് ഒരു അതൊക്കെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടൊക്കെ. സാധാരണ ഈ ലോട്ടറി അടിക്കുന്നവർക്ക് പൈസ നിൽക്കില്ല എന്ന് നിൽക്കും. അതായത് ഈ ലോട്ടറി അടിക്കുന്നവർക്ക് ബായ്ക്കുരു ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ഈ പൈസ എങ്ങനെ ചെലവാക്കണം. നമ്മൾ എല്ലായിടത്തും ഇന്ത്യ മുഴുവനും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വോട്ടർ വരെ. അപ്പം നമുക്ക് ചെലവാക്കേണ്ട ഏത് രീതിയിലാണ് ഐഡിയ ഉണ്ട്.
ചേച്ചിക്ക് അറിയാമല്ലോ, ഇന്നലെ തന്നെ അറിയാമല്ലോ. ഇല്ല, അറിയില്ലായിരുന്നു. കാരണം പുള്ളി എപ്പോഴും 7 5 എടുക്കുന്നത്. ഇപ്രാവശ്യം ഞാനല്ല എടുത്തു കൊടുത്തത്, ചേട്ടൻ തനിയെ എടുക്കുമായിരുന്നു. അപ്പൊ 7 ഇല്ലാന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. കാരണം ലേറ്റ് ആയിട്ടാ വന്ന് എടുത്തത്. അപ്പൊ ഈ ചേട്ടനിക്ക് അത് 7 കിട്ടിയോന്ന് എനിക്കൊരു സംശയമായിരുന്നു. 10 വിറ്റുള്ളൂ. ആ, ഓർത്തു. ആ, പക്ഷെ എനിക്ക് ചേട്ടനെ വിളിക്കാൻ അഡ്രസ്സോ നമ്പറോ ഒന്നും അറിയില്ല. ചേട്ടനുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഒന്നുമില്ല. വന്ന് ടിക്കറ്റ് എടുക്കും എന്നുള്ള ഒരു പരിചയമുള്ളായിരുന്നു. എന്തോ അത് ചേട്ടൻ എടുക്കും, സ്ഥിരം എടുക്കുന്ന ആളാണ്. വരും പിന്നെ ചെലവാകാതെ നടക്കുവാണെങ്കിൽ നിർബന്ധിക്കും. ചേട്ടൻ എടുക്കുന്ന പറയും. അപ്പൊ ചേട്ടൻ എപ്പോഴും പിടിക്കുന്ന 7 5 ആണ്. 2 എടുക്കും. ലാസ്റ്റ് 5 വരുന്ന, ലാസ്റ്റ് 7 വരുന്നതാണ് ചേട്ടൻ എടുക്കുന്നത്. ആ, അതെ.